ഈ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണം, ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം ഒരു ക്ഷേത്രം ജീവനക്കാരനാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് എടുക്കണോ വേണ്ടയോ, ഈ ഇതിൽ ആരോപണ വിധേയരായ ആ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണോ വേണ്ടയോ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത തവണ താങ്കൾക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ വരണമെങ്കിൽ ദയവ് ചെയ്ത് ഈ ക്രിമിനൽ ഗുണ്ടകളെ, പോലീസിനുള്ളിലെ ക്രിമിനൽ ഗുണ്ടകളെ പിരിച്ചുവിടുക തന്നെ വേണം. പെൻഷൻ പോലും വാങ്ങാത്ത തരത്തിൽ. തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് എന്ന് പറഞ്ഞത് നന്നായി. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് തോന്നലുണ്ടാകട്ടെ, ഞാനാണ് ഇവിടുത്തെ ആഭ്യന്തര. അതെ, ഞാനാണ് ഇവിടെ മുഖ്യൻ പോലീസിനെയാണോ ഭരിക്കുന്നത്, പോലീസ് മുഖ്യനെയാണോ ഭരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം മുഖ്യൻ പോലും പറഞ്ഞിട്ട് കേൾക്കാത്ത പോലീസുകാരന്മാരാണ് കേരളത്തിൽ ഉള്ളത് എന്നത് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെ എങ്ങനെയൊക്കെ പ്രതിപക്ഷത്തിന് മുന്നിൽ തല കുനിച്ച് നാണം കെടുത്താൻ കഴിയുമോ അതിൻ്റെ എല്ലാ കരുക്കളും ഇവർ നീക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പോലീസുകാരെല്ലാം കോൺഗ്രസ്സുകാരും RSSകാരും BJPക്കാരും ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിണറായി വിജയനിട്ട് പണിയാൻ വേണ്ടി ഇവന്മാർ നോക്കൂ എന്നുള്ളതാണ്.